വകുപ്പിനെ പറ്റി കിട്ടുന്ന അടിയേക്കാൾ CPI മന്ത്രിമാർക്ക് പ്രധാനം അച്ചടിയോ എന്നതാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ സത്യം മൊകേരി, അച്ചടി പിശകുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഈ ഡയറിയിലെ അച്ചടി പിശക് കണ്ടെത്തിയെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. വാസ്തവമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിനു മുമ്പ് 2 അച്ചടി പിശകുകൾ അങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ വകുപ്പുകൾ വിഭജിച്ച് നൽകുന്ന കാര്യത്തിലെ അക്ഷരമാലാക്രമം പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ മന്ത്രിമാരുടെ ആയാലും MLA-മാരുടെ ആയാലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആയാലും പേരും വിലാസവും ഈ ഫോൺ നമ്പറും എല്ലാം ഉൾപ്പെടുത്തുന്ന മീഡിയ ബുക്കിൻ്റെ അച്ചടിയിലും ഈ പറയുന്ന അക്ഷരമാലാക്രമം പാലിച്ചിട്ടില്ല. ഈ ഡയറിയുടെ കാര്യം വന്നപ്പോൾ മാത്രം എന്താണ് നിങ്ങൾക്ക് ഇത്ര നൊന്തത്? എൻ്റെ പ്രിയ വേണു, നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ ഇത്രയും ഗൗരവമായി ചർച്ച ചെയ്യുന്നത് എനിക്ക് 40,000 ഡയറി അച്ചടി നിർത്തിവെച്ച ഒരു തീരുമാനമാണ്. അതൊരു തെറ്റാണെന്ന് അങ്ങയുടെ പാർട്ടി സെക്രട്ടറി അതിപ്പോൾ ചർച്ച ചെയ്യുന്നതാണോ ദാരിദ്ര്യം? ചർച്ച ചെയ്യുന്നത് വിഷയദാരിദ്ര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം ഞങ്ങളുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ കക്ഷി നേതാവ് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽ കക്ഷി നേതാവ് എന്ന് പറഞ്ഞാൽ റവന്യൂ മിനിസ്റ്റർ സഖാവ് E. ചന്ദ്രശേഖരനാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഉടനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തി ഇങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നു, പ്രസിഡന്റ് ഇല്ലാത്തൊരു കാര്യമാണ്, എന്താണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് പരിശോധിച്ചു. അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ ഉടനെ നിർത്താൻ പറഞ്ഞു. ഈ വകുപ്പിന്റെ കാര്യത്തിലോ അതിലും ഈ അച്ചടിമാലാക്രമം അല്ല, ഈ അക്ഷരമാലാക്രമം പാലിച്ചിട്ടില്ല. പ്രസിഡന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളിലുള്ള വയലേഷൻ ചില ബ്യൂറോക്രാറ്റുകൾ, അതിസാമർത്ഥ്യമുള്ള ആളുകൾ, എന്താണ് പറയുക, ശ്രീ ജോസഫ് വാഴക്കൻ ഏതാണ്ട് 3 ലക്ഷം ഡയറി എന്തോണ് അടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40,000 അടിച്ചു വന്നു. ശ്രദ്ധയിൽ വന്നപ്പോൾ നിർത്തിയല്ലോ, CPI പറഞ്ഞപ്പോൾ നിർത്തി. പക്ഷെ 40,000 ഡയറിയുടെ അച്ചടി അങ്ങ് ചുമ്മാ അങ്ങ് നിർത്തുകയല്ല. ഒരു ഡയറിയുടെ വില 185 രൂപയാണ്. അതാണ് CPI പറഞ്ഞപ്പോൾ അങ്ങ് ചുമ്മാ അങ്ങ് നിർത്തി കൊടുത്തത്. ആരാണ് അതിന്റെ ഉത്തരവാദി എന്നൊന്നും മനസ്സിലാക്കിയ? ആരാണ് അതിന്റെ ഉത്തരവാദി? ഈ അച്ചടി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ വകുപ്പ് മന്ത്രിയല്ലേ? ശരി, വകുപ്പ് മന്ത്രിയെങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ GAD ഒരു നിമിഷം ഈ GAD വകുപ്പ് അത് പിണറായിയാണല്ലോ ഭരിക്കുന്നത്. ഇനി ഈ അച്ചടി പിശക് അദ്ദേഹം കണ്ടില്ല എന്നിരിക്കട്ടെ. പക്ഷേ ഈ GAD വകുപ്പ് ഈ ഡയറി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണ് എന്ന് രേഖാമൂലം ഈ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ഇതുവരെ ആ കടലാസിന് മേലൊരു തീരുമാനവുമില്ല. അപ്പോൾ അത് അദ്ദേഹം അറിയുന്നുണ്ടല്ലോ, അതെങ്കിലും അദ്ദേഹം അറിയുന്നുണ്ടല്ലോ. അത് ഈ ഉദ്യോഗസ്ഥരുടെ മേലിൽ കെട്ടിവെക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ പ്രിയ വേണു, വളരെ അനുഭവ സമ്പത്തും ഉള്ള ഒരു പത്രപ്രവർത്തനം, മീഡിയ പ്രവർത്തനമുള്ള താങ്കൾ. ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഡയറി അടിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയാണോ നോക്കുന്നത്? ഞാനൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ സുഹൃത്തെ. അച്ചടിപ്പശക് ഇപ്പൊ വേറെ ഏതെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിയടിക്കുക, മുഖ്യമന്ത്രിയുടെ പേരുകൾ മാറ്റിയടിക്കുക, വേറെ നമ്പറുകൾ മാറ്റിയടിക്കുക, അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി മാറ്റിയടിക്കണം. പക്ഷേ അതല്ല സംഭവിച്ചത്. CPM മന്ത്രിമാർക്ക് ശേഷം CPI വന്ന് ഈഗോയുടെ ഇഷ്യൂ ആണ്. ഈ ഗവൺമെൻറ് ചാർജ് എടുത്ത അന്ന് മുതൽ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഈ വിപ്ലവ ആദർശമൊക്കെ പറയാൻ നാണക്കേടുണ്ടാകും. ഇവരുടെ ഓഫീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്ത് ആർക്ക് വേണം, മുഖ്യമന്ത്രിയുടെ കസേരയ്ക്കടുത്ത് ആർക്ക് വേണം, 1-ാം നമ്പർ 2-ാം നമ്പർ കാർ ആർക്ക് വേണം, 3-ാം നമ്പർ കാർ ആർക്ക് വേണം, ഇതിനൊക്കെ വേണ്ടിയുള്ള ചർച്ചയല്ലേ. ഇന്നിപ്പോൾ മന്ത്രിമാരുടെ പേരൊരു ഏതെങ്കിലും മന്ത്രിമാരെ അടിച്ചല്ലേ പറ്റുള്ളൂ. CPM മന്ത്രിമാർക്ക് ശേഷം അടിച്ചു പോയി എന്ന് വെച്ചാൽ മഹാ അപരാധമാണോ? സംഭവിച്ചത് 40,000 എന്ന് പറഞ്ഞാൽ ഇപ്പം 200 രൂപയാണ്. ഇപ്പം 185 അല്ല, 200 രൂപയാണ് ഇപ്പം പുതിയ ഡയറി. കഴിഞ്ഞ വർഷം 185 ആയിരുന്നു. ആ 200 രൂപ എന്ന് വെച്ചാൽ 40,000 ഡയറിയാണ് ഇവർ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കത്തിച്ച് കളയാന്ന് വെച്ചാൽ 80 ലക്ഷം രൂപയാണ് പോകുന്നത്. 80 ലക്ഷം, 1 കോടി രൂപ എടുത്താൽ പോകുന്നത്. ചെറിയ കാര്യമല്ല. ഇവരുടെ ഈഗോയ്ക്ക് വേണ്ടിയേ ഒരു വലിയ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ ഈഗോയ്ക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ 80 ലക്ഷം രൂപ കത്തിച്ച് കളയാം. 1 രൂപ ഇല്ലാത്ത കാലമായി ഇപ്പം. 4,000 രൂപ നമുക്ക് ആകെ ATM കഴിഞ്ഞ ദിവസം മുതൽ കിട്ടാൻ തുടങ്ങുന്നത്. അവിടെയാണ് 80 ലക്ഷം രൂപയുടെ ഒരു കാര്യമില്ലാതെ കത്തിച്ച് കളയാം. ഈ കിട്ടുന്ന അടിയൊക്കെ അവർ സഹിക്കും, പക്ഷേ അച്ചടി പിശക് അവർ സഹിക്കില്ല. അച്ചടി പിശകിൻ്റെ അല്ല, അത് അവർ മനസ്സിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ തലയെ കൊണ്ടുവച്ച് സൂത്രത്തിൽ മാറുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഡയറിയിൽ ഒരു ഈച്ച ചത്തൊരു പേജിലുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഈച്ചയെ പിടിച്ച് കൊന്ന് ഡയറി അടിക്കുന്ന അത്രയും മാത്രം ഭയഭക്തി ബഹുമാനമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് അറിയാതെയും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വേണു പറഞ്ഞല്ലോ 40,000 അടിച്ചു എന്നുള്ളത്.
ഞങ്ങൾ പറഞ്ഞപ്പോൾ വിഡ്രോ ചെയ്തില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 80 ലക്ഷത്തിന്റെ പറയേണ്ടി വന്നില്ലേ? നഷ്ടമോ? അത് അതിന് ഉത്തരവാദിന്റെ അടുത്ത് ഈടാക്കിയാൽ മതി. ഏതെങ്കിലും വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും അത് ചെയ്തത്. സത്യം പറഞ്ഞോളൂ, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളും. അതെ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യേണ്ടി വന്നില്ലേ? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നില്ലേ? ഞങ്ങളുടെ പേര് ഒടുവിലായി പോയെന്ന്. ഇതൊരു നാണക്കേടാണ് ആലോചിച്ചു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആ കീഴ്വഴക്കം അനുസരിച്ച് ആ ഡയറി കീഴ്വഴക്കത്തിന് വിരുദ്ധമായി അച്ചടിച്ചെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ പോരെ? പിൻവലിച്ചില്ലത്. അല്ല, പിൻവലിക്കാതെ അതങ്ങ് പോട്ടെന്ന് പറഞ്ഞാൽ പോരെ? അത് ചില കറക്ഷൻ ആവശ്യമാണല്ലോ ചില സന്ദർഭങ്ങളിൽ. അത് പക്ഷേ, വഴക്കം പറയുന്ന ആ മാതിരി ഭൂസ്വാമ തർക്കമാണ്. ഒരു പുതിയ കാര്യമാണോ? കരുണാകരൻ ബഹുമാന്യനായ കരുണാകരനുള്ള സമയത്ത് കരുണാകരൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി AK ആന്റണി ആയിരുന്നോ ഡയറി അടിക്കാൻ അറിഞ്ഞിരുന്നോ? ഡയറി അടിക്കുന്നത് ശ്രീ വാഴക്കൻ മറുപടി ആയിരുന്നോ? ഡയറി അടിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരടിക്കും. മന്ത്രി ഞാൻ നേരത്തെ കുമാർ പറഞ്ഞതിനെ ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ CPIയെ പുറന്തള്ളിക്കൊണ്ട് മറ്റ് പുറം കക്ഷികളെ സഖ്യകക്ഷിയാക്കി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് നടപ്പുണ്ട്. അതൊക്കെ ഇന്ന് കേരള മുത്തോലി എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ചിന്ത മാത്രമാണ്. അവിടെ കേരള കോൺഗ്രസും കേരള politics കോൺഗ്രസും അറിയുന്നവരെ തമ്മിൽ ചിന്തിക്കൂല. മത്സരിച്ചു. 61 വോട്ടിനാണ് ഞങ്ങൾ തോറ്റത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണി അവിടെ ഇടതുപക്ഷ സ്വതന്ത്രം ജയിച്ച സീറ്റാണ്. അവിടെ 43 വോട്ട് കിട്ടിയാണ് CPMന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 43 വോട്ടാണ് കിട്ടിയത്. എന്നുവെച്ചാൽ ഈ വോട്ട് ഫുള്ളായിട്ട് മാണി ഗ്രൂപ്പിന് വിറ്റു. അത് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലാണ് മത്സരം നടന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയം ബലമായിട്ട് മുമ്പ് ഇപ്പൊ കുമാർ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തന്നെ സംശയിക്കുന്നുണ്ട്. ഇത്രയും കാലം KM മാണി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇന്നിപ്പോ ഒരു ഉളിപ്പും ഇല്ലാതെ വോട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല ശ്രീ സത്യമൊകേരി അതിന് മറുപടി പറയട്ടെ. ഒരു കാര്യം കൂടി ഇത് യാദൃച്ഛ്യമല്ല. അതെ, ഇത് യാദൃച്ഛ്യമല്ല. കാരണം താങ്കളും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ താങ്കളും പ്രകാശ് ബാബു കാനവുമാണല്ലോ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, 7.5 മാസമായല്ലോ, KM മാണിക്കെതിരെ നിങ്ങൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണല്ലോ, ആ അന്വേഷണം എവിടെയും എത്തിയില്ലല്ലോ. ഉടനെ കാനം പറയുകയാണ്, ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് അത് അതിവേഗത്തിൽ തന്നെ തീരുമാനമെടുക്കേണ്ട ഒന്നാണെന്നാണ്. നിങ്ങൾക്കിങ്ങനെ പല തീരുമാനവുമുണ്ട്, അതൊന്നും നടപ്പാക്കപ്പെടുന്നില്ല. അച്ചടിയുടെ കാര്യത്തിൽ അച്ചടി ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞാൽ ഈ കാര്യത്തിൽ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ തടിയൂരാമെന്നേ ഉള്ളൂ. ഇതിൽ വഴക്കം പറഞ്ഞല്ലോ. ഇവിടെ പാലായിൽ നടന്ന തെരഞ്ഞെടുപ്പില്ലേ CPMന്റെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എത്രയോ പോയി എന്നുള്ളത് കുമാറും കൂടി ചേർന്നു. കുമാർ ഇവിടെ ജയിച്ചത് എങ്ങനെയാണ്? വഴക്ക രാജഗോപാൽ സാർ എങ്ങനെയാണ് ജയിച്ചത്? ആരാ വോട്ട് കൊണ്ട് ജയിച്ചത്? ജനങ്ങളുടെ വോട്ട് കൊണ്ട്. കോൺഗ്രസിന്റെ വോട്ട് എത്ര താഴോട്ട് പോയത്? ആരാ വോട്ട് ചെയ്തത്? ജനങ്ങളുടെ കോൺഗ്രസ്സുകാര് രാജഗോപാൽ സാറിന് വോട്ട് ചെയ്തു. രാജഗോപാലിന്റെ ആളുകള് BJPക്കാർ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിപ്പിച്ചു. തിരുവനന്തപുരത്ത് ജയിപ്പിച്ച് ആരെയാ ജയിപ്പിച്ചത്? കോൺഗ്രസിന്റെ ആളെ ജയിപ്പിച്ചു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് എക്സ്ചേഞ്ച് ജയിപ്പിച്ചത്. അതല്ലേ സത്യം. രാജഗോപാൽ സാറിന്റെ അവിടെ കോൺഗ്രസ് വോട്ട് ചെയ്തില്ല. കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി? അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്ര വോട്ട് കിട്ടി? എത്ര വോട്ട് കിട്ടി? കിട്ടിയില്ല. BJP വോട്ട് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണു ചോദിച്ച കാര്യം സത്യം ഇതോടെ പറയും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ പോയി? തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFന് കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടുണ്ട്. അതെവിടെ പോയി? LDFന്റെ വോട്ട് ഞങ്ങൾ കുറെ ശശി തരൂർ ജയിച്ചത് എങ്ങനെ? ഞങ്ങളുടെ വോട്ട് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെ നഷ്ടപ്പെട്ടു? കോൺഗ്രസ് കൊടുത്ത് ശശി തരൂരിനെ ഞങ്ങൾ കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ കറക്റ്റ് ചെയ്തു? ഇലക്ഷന് ശേഷം ഞങ്ങളെ വോട്ടിനെ പറ്റി നിങ്ങളുടെ വോട്ട് പോയാൽ ഓപ്പണായി ഡിസ്കസ് ചെയ്തൊരു പാർട്ടിയാണത്. ഓപ്പണായി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ ഒരു നിങ്ങളെ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് കൊടുക്കാം. അത് ശരി. നാം ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.